सत्याकर एक साया बन जाऊंगा, एक नाम बेनाम अनजान साया। वार 2 मैं शपथ लेता हूँ, ट्रायलर। मैं वो सब करूंगा जो कोई और नहीं कर सकता, जो जंग कोई नहीं लड़ सकता वो मैं लड़ूंगा। हर दोस्त, हर साथी, हर उस चेहरे से मुंह मोड़ लूंगा जिसे कभी प्यार किया, और पलटकर कभी पीछे नहीं देखूंगा। अच्छाई बुराई, सही गलत, पाप पुण्य की हर लकीर को मिटा दूंगा। ഇതിലെ ഡയറക്ടർ അയൺ മുഖർജിയാണ്, പ്രൊഡ്യൂസർ ആദിത്യ ചോപ്ര. ഗംഭീരമായ ഒരു ഫൈറ്റ് ഉണ്ട്. വാർ 2 ഒരു ആക്ഷൻ ഓറിയന്റഡായ പടം. NTR, കൃതിക് റോഷൻ, യശ് രാജ്. ഒരു ഹോളിവുഡ് മോഡൽ തന്നെയാണ് NTR. കൊള്ളാം. ഫേസ് ടു ഫേസ്. August 14 ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് ഹിന്ദി, തെലുങ്കു, തമിഴ് എന്ന ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുന്നതാണ്. വേൾഡ് വൈഡ് സിനിമ എന്നാണ് ഇതിൽ പറയുന്നത്. ഓൺ ഓഗസ്റ്റ് വാർ 2. യെസ്. അപ്പോൾ കണ്ടു, റിയാക്ഷൻ വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അതായത് വാർ 2 എന്ന് പറയുന്ന കൃതിക് റോഷൻ്റെയും NTRും ഒരുമിച്ചുള്ള ഒരു വാർ തന്നെയാണ് നമ്മൾ കണ്ടത്. അതായത് രജനീകാന്തിൻ്റെ കൂലിക്ക് എതിരായിട്ട് ഒരു ക്ലാഷായിട്ട് തന്നെ ഇത് റിലീസ് ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെ ഒരു സിനിമയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്നലെ സൂര്യയുടെ ഒരു മൂവിയുടെ ടീസറാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തത്. ഇന്ന് വാർ, കൃതിക് റോഷൻ്റെ വാർ. അപ്പോൾ കൃതിക് റോഷൻ നമുക്ക് ഒരു എനർജറ്റിക് ഫാൻ ബോയ് തന്നെയാണ്. അവരുടെ ഒരു ഫാന് തന്നെയാണ് ഞാൻ. നമ്മൾ കൃഷി എന്ന് പറയുന്ന സിനിമ കണ്ട് കൃതിക് റോഷനോട് ഭയങ്കര ഫാനായി പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു സിനിമയല്ല ഇത്. ഇത് വ്യത്യസ്തമായ ജോണറിൽ, വ്യത്യസ്തമായ രീതിയിൽ ഒരു ആക്ഷൻ പ്ലാനിങ് ിലൂടെ സംഭവിക്കാൻ പോകുന്ന ഒരു സിനിമയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു സിനിമ കേരളത്തിൽ, ഈ സിനിമ മലയാളത്തിലേക്ക് വരില്ല. അത് അന്യഭാഷ തെലുങ്കോ തമിഴോ, തമിഴ് കണ്ട ഏകദേശം തിരിയുമായിരിക്കും. മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുമോ എന്ന് നമുക്കറിയില്ല. അത് അന്നേരം നോക്കാം. ഇപ്പോൾ ഇത് വേൾഡ് വൈഡ് സിനിമ August 14 ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ കൂലിയുടെ കാര്യം കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കൂലിയുടെ കാര്യം ഞാൻ ഏകദേശം ഇതേ ഒരു ടൈമിൽ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പം അതിൻ്റെയും ഒരു രീതി നോക്കി നമുക്ക് അഭിപ്രായങ്ങൾ സെയിം ടു ആണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏതാണ് ബെറ്റർ? ആ സിനിമ കാണുന്നതാണ് നല്ലത്. ഞാൻ നോക്കുന്നത് ഒന്ന് കാണുക, ഒന്ന് പിന്നീട് അഭിപ്രായം പറയുക. അങ്ങനെ രീതിയായിരിക്കും ഒരു സാധാരണക്കാർക്ക് നല്ലത്. എല്ലാവരും ഇടിച്ചു കയറി ഒരു സിനിമ മൊത്തം കാണുമെന്നല്ല. പതിയെ കണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് അതിൻ്റെ കോണ്ടൻറ്റ്സ് നമുക്ക് ടേക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്റ്റോറി, അതിൻ്റെ ഡയറക്ഷൻ, അതിൻ്റെ മ്യൂസിക്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിൽ ഒരുപാട് കവറേജുകളുണ്ട്. അതൊക്കെ കൊണ്ടാണ് സിനിമകൾ ഉണ്ടാക്കുന്നത്.
ആ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് സിനിമ നമ്മൾ റിലീസ് ചെയ്യപ്പെടുന്നത്. അതിനു മുമ്പ് തന്നെ ഈ കോണ്ടന്റിന് ഒരു പ്രതീക്ഷയുണ്ടാകും. ആ പ്രതീക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആ കാത്തിരിപ്പാണ് സിനിമ എന്നത്. ഇനിയും ഒരു സിനിമ, അതും ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. അത് ഒരു വലിയൊരു സിനിമയായിരിക്കും. ബാഹുബലിയല്ല, യശിൻ്റെ സിനിമയല്ല, അതിനേക്കാളും മികച്ചത് എന്നത് നമുക്ക് പറയാൻ പറ്റണം. വാറിൽ അതാണ് നമുക്ക് കാണിക്കാൻ സാധിക്കേണ്ടത്. യെസ്, ഐ എം കമ്മിങ് ബാക്ക് എന്ന് പറയാം. ബൈ ഫോർ എവർ.